നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലുള്ള രാജ ഫാംസിലാണ്. എൻ്റെ പേര് ജയ. ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടി നടത്തുന്ന ഫാമാണിത്. ഞങ്ങൾ ആറ്റിങ്ങൽ കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി ഇവിടെ തന്നെ ഒരുപാട് ഫ്രൂട്ട് ട്രീസും മറ്റുമൊക്കെ നട്ടിട്ടുണ്ട്. റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ടാണ് മെയിനായിട്ട് ഞങ്ങൾക്കുള്ളത്. പപ്പായ, മറ്റു പലതരം ഫലവൃക്ഷങ്ങൾ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ കൂടാതെ കോഴി, താറാവ്, പശു ഇവയെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വിഷരഹിതമായ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്രയും ബുദ്ധിമുട്ടിയായാലും ഇതെല്ലാം സംരക്ഷിച്ചു വരുന്നത്. നമുക്ക് ഫാമിലോട്ട് പോകാം. ഒരു വീട് വച്ചാൽ അതിനു ചുറ്റും എന്തൊക്കെയൊരുക്കണം? പ്രകൃതിയോടും മണ്ണിനോടും ചേരുന്ന വീടൊരുക്കി ആ വീടിന്റെ വളപ്പിൽ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിത ഭക്ഷണമൊരുക്കുക. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് കിഴക്കതിൽ വീട്ടിൽ പ്രവാസി ദമ്പതികളായ രാജാറാം ഷായുടെയും ജയയുടെയും ഹരിത സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചു കൊടുത്തത് കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും. നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ പരിധിയിലെ നന്നായി കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനാണ് ശ്രീ രാജാറാം ഷാ. രാജാറാം ഷാ നമ്മുടെ പരിധിക്കകത്ത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് ഫലവൃക്ഷത്തൈകളും ഡ്രാഗൺ ഫ്രൂട്ടും കൃഷി ചെയ്തു വരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും ആത്മയുടെയും പരമാവധി ഫണ്ടുകൾ രാജാറാം ഷായ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ ഇന്ന് വരുന്ന യുവതലമുറയ്ക്ക് കാർഷിക മേഖലയിൽ നിൽക്കുവാനുള്ള താല്പര്യക്കുറവ് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഈ സമയത്താണ് രാജാറാം ഷായെ പോലെയുള്ള പ്രവാസിയായ ഒരു കർഷകൻ കാർഷിക മേഖലയിൽ നിന്ന് കൃഷി ചെയ്ത് പോരുന്നത്. അതിനാൽ നമുക്ക് കാർഷിക മേഖലയിലേക്ക് ഏറ്റവും നല്ല ഒരു യുവത്വമായി രാജാറാം ഷായെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം രാജാറാം ഷായെ നമ്മുടെ യുവ കർഷകനായി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 20 സെന്റിൽ പണിത വീടിനോട് ചേർന്ന് കൃഷി ആവശ്യങ്ങൾക്കായി വാങ്ങിച്ചേർത്ത 80 സെന്റിൽ രാജാറാമും ജയയും ചേർന്നൊരുക്കിയത് സമ്മിശ്ര കൃഷിയുടെ സമർത്ഥ ലോകം. ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടി നടത്തുന്ന ഫാമാണിത്. ഞങ്ങൾ ആറ്റിങ്ങൽ കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി ഇവിടെ തന്നെ ഒരുപാട് ഫ്രൂട്ട് ട്രീസും മറ്റുമൊക്കെ നട്ടിട്ടുണ്ട്. റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ടാണ് മെയിനായിട്ട് ഞങ്ങൾക്കുള്ളത്. പപ്പായ, മറ്റു പലതരം ഫലവൃക്ഷങ്ങൾ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ കൂടാതെ കോഴി, താറാവ്, പശു ഇവയെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വിഷരഹിതമായ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്രയും ബുദ്ധിമുട്ടിയായാലും ഇതെല്ലാം സംരക്ഷിച്ചു വരുന്നത്. നമുക്ക് ഫാമിലോട്ട് അകത്തേക്ക് കയറാം. കോഴിയൊക്കെ വെളിയിൽ ഇറങ്ങാതിരിക്കാനാ ഗേറ്റ് ഇട്ടാക്കുന്നത്. ഏകദേശം 70 വെറൈറ്റിയോളം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് മലേഷ്യൻ റെഡ് ആണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് പുറമെ കൂടുതലുള്ളത് വെളിയിൽ വിൽക്കാറുണ്ട്. പിന്നെ ബന്ധുക്കൾക്കും മറ്റുമൊക്കെ കൊടുക്കാറുണ്ട്. അധികം കൃഷിയോഗ്യമല്ലാത്ത മണ്ണിൽ എന്തു വിളയുമെന്ന ചോദ്യത്തിനുത്തരമായി കൃഷിവകുപ്പ് അധികൃതർ ശുപാർശ ചെയ്തത് ഡ്രാഗൺ ഫ്രൂട്ട്. ആക്ച്വലി ഞങ്ങളിത് തുടങ്ങിയത് കൊറോണ സമയത്താണ്. അപ്പോൾ അന്ന് കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നത്. ആ സമയത്ത് ഈ പുരയിടം വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം മണ്ണ് ഫലഭൂഷ്ഠത ഇല്ലാത്ത മണ്ണാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ കൃഷി വകുപ്പിനെ സമീപിക്കുകയും അപ്പോൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഗൈഡൻസിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്നവർ പറയുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വ്യാപനത്തിനും പരിപാലനത്തിനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷിഭവനും സാങ്കേതിക സാമ്പത്തിക സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു. വീടിന്റെ ചുറ്റും ഉള്ള എല്ലാ സ്ഥലങ്ങളും മാക്സിമം കൃഷി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതുകൊണ്ടാണ് ഈ രീതിയിലും കൃഷി ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തിരിക്കുന്നത്.
ഇതും മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടി ലാഭകരമാണിത്. ഇത് കമ്പിയിലാണ് ശരിക്കും നിർത്തിയിരിക്കുന്നത് കേട്ടോ. കമ്പി വെൽഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനിടയിലെ കളശല്യം കുറയ്ക്കുന്ന വിരുദർ ഈ ടർക്കിയും താറാവുകളുമാണ്. ഇതിനിടയ്ക്ക് നന്നായിട്ട് പുല്ല് വളരുന്നുണ്ട്. അപ്പൊ പുല്ല് ചെത്തുക എന്നുള്ളത് ഒരു ബേർഡൻ ആയതുകൊണ്ട് ഞങ്ങൾ ടർക്കീനെയും കോഴീനെയും ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പം പുല്ല് ചെത്തുക എന്നുള്ള ഒരു ഇതങ്ങ് മാറിയിട്ടുണ്ട്. വേലി തിരിച്ച ഈ കോമ്പൗണ്ടിനുള്ളിൽ പശുത്തൊഴുത്തും. ഞങ്ങൾ നാടൻ പശുക്കളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് 2 വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്, പുങ്കന്നൂരും വെച്ചൂരും. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. പുല്ലും കാടിയും പിണ്ണാക്ക് ഇതൊക്കെയാണ് കൊടുക്കുക. അല്ലാണ്ട് വേറെ ഫുഡൊന്നും കൂടുതൽ കൊടുക്കാറില്ല. വലിയ പാലൊന്നും കിട്ടാറില്ല കേട്ടോ. പാലിന്റെ അളവൊക്കെ കുറവാണ്, പക്ഷെ കിട്ടുന്ന പാല് ഗുണമുള്ളതാ. പുങ്കന്നൂരും വെച്ചൂർ പശുവിനെയുമാണ് ഇവിടെ വളർത്തുന്നത്. പശുത്തൊഴുത്തിനോട് ചേർന്നാണ് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്. ഇത് നമ്മുടെ ഫാമിന്റെ വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ആണ്. ഇത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടു കൂടി ചെയ്തതാണ്. ഞങ്ങൾ നമ്മുടെ പ്ലാന്റ്സ് ഫാമിലുള്ള പ്ലാന്റിന്റെ വേസ്റ്റുകളും പിന്നെ നമ്മുടെ ചാണകവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ കൃഷിക്കെല്ലാം വെർമി കമ്പോസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓർഗാനിക് ഫാമിംഗ് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടുതലൊന്നല്ല, ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജൈവ കൃഷിയുടെ സാധ്യതകൾ അറിഞ്ഞ് കൃഷിഭവൻ സഹായത്തോടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് തയ്യാറാക്കിയത്. 10.8 ക്യൂബിക് മീറ്ററുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുന്നതിന് 32,225 രൂപ സബ്സിഡിയും ലഭിച്ചു. ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിനോട് ചേർന്ന് പാഷൻ ഫ്രൂട്ട് പന്തലും മറ്റ് ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൃഷിയിൽ കുറച്ച് താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചുറ്റുമുള്ള പറമ്പുകളും കൂടെ മേടിച്ചതിന് ശേഷമാണ് കൃഷി വിപുലമായിട്ട് നടത്തുന്നത്. ഇപ്പം എല്ലാവിധ ഫ്രൂട്ട് ട്രീസും ഞങ്ങൾ നട്ടിട്ടുണ്ട്. നാടനായാലും വിദേശികളായാലും എല്ലാ പഴവർഗ്ഗങ്ങളും ഞങ്ങൾക്കുണ്ട്. അബിയു ആയാലും റംബൂട്ടാനായാലും മാംഗോസ്റ്റിനായാലും കാര, കശുമാവ്, വിവിധ ഇനം വാഴകൾ, വിവിധ ഇനം പ്ലാവുകൾ, ഒരുപാട് ഇനം പഴച്ചെടികൾ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഈ ബയോഫ്ലോക്ക് യൂണിറ്റിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യം സുലഭമായി ലഭിക്കുന്നു. ഇത് ഞങ്ങളുടെ നാച്ചുറൽ പോണ്ടാണ്. ഇതിനകത്താണ് ഞങ്ങൾ താറാവിനെയും വാത്തേനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. വെള്ളം കൂടുമ്പോൾ ഞങ്ങൾ മുകളിലോട്ടാക്കും. മീനുണ്ട്, ഒരുപാട് വെറൈറ്റി നാടൻ വെറൈറ്റി മീനുകളുണ്ട്. വീടിന് മറുവശം കൃഷിയോഗ്യമായ പ്രദേശത്ത് ഇല്ലാത്തതായി ഒന്നുമില്ല. വിദേശിയും സ്വദേശിയുമായ ഒട്ടനവധി ഫലവൃക്ഷങ്ങളുടെ കേദാരമാണിവിടം. ഇത് അബിയു ആണ്. അബിയുവിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് നാടൻ റംബൂട്ടാനാണ്. ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ആണ് കൂടുതലും, പക്ഷെ ഇത് ഒരു നാടൻ വെറൈറ്റി വെച്ചിരിക്കുവാണ്. നാടൻ കായ്ക്കാൻ 3 കൊല്ലം എടുക്കുമെന്നാ പറയണേ. എനിക്ക് അറിയില്ല, ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് സപ്പോർട്ടഡ് ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. കായുണ്ട് കേട്ടോ, കാഷ്ടന്മാരി ഉണ്ട്. ഇത് പാകിസ്ഥാൻ മൾബറി എന്നാണ് പറയാ. ഇത് നീളമുള്ള, നല്ല നീളത്തിലുള്ള ഫ്രൂട്ടാണ് ഉണ്ടാവുന്നത്. പച്ച കളറാണ്. പഴുക്കുമ്പോഴും ചെറിയൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. നല്ല സ്വീറ്റ് ആണ്. ഞങ്ങൾക്ക് മാംഗോസ്റ്റിനുണ്ട്. ഇപ്പൊ തോട്ടത്തിലൊരു 10-15ഓളം മാംഗോസ്റ്റിൻ ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതിൽ 4 എണ്ണം കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. റംബൂട്ടാൻ്റെ ഒരു 6-7 വെറൈറ്റീസ് ഉണ്ട്. സ്കൂൾ ബോയ്, N18 തുടങ്ങി ഒരുപാട് എണ്ണം ഉണ്ട്. ഈ പ്ലോട്ട് നിറച്ച് നമ്മൾ റംബൂട്ടാനാണ് തിരിച്ചിരിക്കുന്നത്. വിവിധയിനം ഫലവർഗവിള കൃഷി വ്യാപനത്തിനും SHM സബ്സിഡി ലഭിച്ചു. ഞങ്ങളുടെ ആറ്റിങ്ങൽ ബ്ലോക്കിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകയാണ് ശ്രീമതി ജയ. ചേച്ചിയുടെയും ചേച്ചിയുടെ ഹസ്ബൻഡ് രാജാറാം ഷാ ഞങ്ങളുടെ കൃഷിഭവൻ്റെ യുവ കർഷകരാണ്. നമ്മുടെ SHMന്റെ ഒട്ടുമിക്ക സ്കീമുകളും ഇവരുടെ പ്ലോട്ടിൽ വളരെ കുറച്ച് സ്ഥലമാണെങ്കിലും ഈ പ്ലോട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്ത് വരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്, വാഴ, മാംഗോസ്റ്റീൻ,
കുരുമുളക്, മഞ്ഞൾ തുടങ്ങിയ എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 24-25 കാലയളവിൽ വെർമി കമ്പോസ്റ്റ് യൂണിറ്റിന് നിർമ്മിക്കുവാൻ സബ്സിഡി കൊടുത്തു. അങ്ങനെ നല്ലൊരു മികച്ച യുവ കർഷകയാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റ് ആൻസി കൃഷി സംബന്ധമായ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇവർക്കൊപ്പമുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ മികച്ച മാതൃകയാണ് രാജാറാം ജയ ദമ്പതികളുടെ ഈ വീട്ടുകൃഷിയിടം. കൃഷിപ്രവർത്തനങ്ങളിൽ സമയബന്ധിതമായി മാർഗനിർദ്ദേശങ്ങൾ നൽകി കൃഷിഭവൻ അധികൃതർ കൂടെയുണ്ടായതാണ് ഇവരുടെ വിജയരഹസ്യം. ഫലവിളകളുടെ വിസ്തൃതി വ്യാപനത്തിനും ഉത്പാദനോപാധി നിർമ്മാണ യൂണിറ്റുകൾക്കും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായം ലഭിച്ചതും ഇവർക്ക് പ്രോത്സാഹനമേകി. ഇങ്ങനെ കൃഷിവകുപ്പ് പദ്ധതികൾക്കൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുന്ന, ഭക്ഷ്യസമൃദ്ധിയിൽ സ്വയം പര്യാപ്തതയൊരുക്കുന്ന രാജാറാം ഷാ ജയ ദമ്പതികളെ നമുക്കും മാതൃകയാക്കാം.